സ്നേഹമുള്ളവരെയും ത്രിത്വൈക ദൈവം നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലൂടെയാണ്. ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളിൽ പ്രസരിക്കുന്ന രണ്ട് വഴികളാണ് വചനവും പരിശുദ്ധാത്മാവും. രണ്ടും ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ വലിയ നീരുറവകളാണ്. നമ്മൾ കുഞ്ഞുനാളിലെ മുതൽ ഈ ദൈവിക ജ്ഞാനത്തിൽ കരുത്തുള്ളവരാകണം എന്നതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെയും ക്രിസ്തു ശിഷ്യൻ്റെയും ഒരു പ്രധാന ഉൾക്കാഴ്ച ആയിരിക്കേണ്ടത്. ഈശോയെ അനുകരിക്കുന്നവരായ നമ്മൾ, ഈശോയുടെ ശിഷ്യരായ നമ്മൾ, ഈശോയുടെ ഏത് അവസ്ഥയെ കണ്ടുകൊണ്ടാണ് അനുകരിക്കേണ്ടത്? സാധാരണ ഞാനെല്ലാം സുവിശേഷ വേലയിലേക്ക് വന്നപ്പോൾ ആദ്യം ഈശോയെ അനുകരിക്കാൻ തുടങ്ങിയത് 30 വയസ്സിൽ സുവിശേഷം പ്രഘോഷിക്കുന്ന ഈശോ, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ എന്നെ അയക്കപ്പെട്ടിരിക്കുന്നു. നല്ല കാര്യം. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അവിടെ തുടങ്ങിയാൽ പോരാ. ഈശോ 30ാമത്തെ വർഷത്തിൽ ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് സുവിശേഷം പ്രഘോഷിച്ചുവെങ്കിൽ അതിനു മുമ്പ് ചെറുപ്പം മുതലേ 30 വർഷക്കാലം ഈശോ പ്രാർത്ഥിച്ചൊരുങ്ങി എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയെക്കുറിച്ചെല്ലാം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്ര പ്രായമായാലും നമ്മൾ ദൈവസന്നിധിയിൽ കുഞ്ഞുമക്കളാണ്. അതോടൊപ്പം നമ്മുടെ മക്കളെ എങ്ങനെ വളർത്തണമെന്നതിൻ്റെ ഒരു കൃത്യമായ രൂപരേഖ അതിൽ തെളിഞ്ഞു കാണുന്നുണ്ട്. ഈശോയുടെ ബാല്യകാലത്തെ നമ്മൾ അനുകരിക്കണം. ഈശോയുടെ ബാല്യകാലത്തെക്കുറിച്ച് ലൂക്ക മാത്രമാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ലൂക്കയുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായം 40-ാമത്തെ വചനത്തിൽ പറയുന്നത്, ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. കേട്ടോ, ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ് ശക്തനായി. ജ്ഞാനം നിറഞ്ഞാൽ ശക്തി കിട്ടുമെന്ന് നമുക്ക് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? പറയും. നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്താൻ അവർക്ക് ബോൺവിറ്റയും മൾട്ടിവിറ്റാമിനും നല്ല പോഷകാഹാരങ്ങളെ കൊടുത്ത് അവരെ നല്ല കുട്ടപ്പനാക്കാനാണ് നമ്മൾ നോക്കുന്നത്. അത് പോരാ. മനുഷ്യൻ്റെ ശരീരത്തിന് പോഷകം ആവശ്യമുള്ളതുപോലെ മനുഷ്യൻ്റെ ആത്മാവിനും പോഷകം ആവശ്യമുണ്ട്. ആത്മാവിൻ്റെ ശക്തിയാണ് നമ്മുടെ ആത്മധൈര്യം. ദൈവം നമ്മളെ എന്തിനു സൃഷ്ടിച്ചു? ഉത്തരം ഇതാണ്, ദൈവം നമ്മളെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ദൈവം നമ്മളെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ ആ ദൈവം നമ്മളിൽ വസിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനവും സ്നേഹവും നൽകി ദൈവിക സ്വഭാവത്താൽ പൂരിതമാക്കുന്നു. അതിനെയാണ് കൃപ എന്ന് പറയുന്നത്. കൃപ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവീകത. കണ്ടോ, ദൈവീകത, ഉന്നതത്തിൽ നിന്ന് വരുന്ന ദൈവിക ജീവൻ മാനുഷികതയിൽ ലയിച്ച് മാനുഷികതയെ ദൈവീകരിച്ച് നമ്മളെ ദൈവത്തെ പോലെ ആക്കുന്നു. അതാണ് നമ്മൾ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നത്, അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. ദൈവിക ജീവനിൽ പാപിയായ മനുഷ്യനെ പങ്കുകാരാക്കിക്കൊണ്ട് നമ്മൾ പാപിയായിരിക്കെ ദൈവിക ജീവൻ നമ്മളിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപാവസ്ഥയെ മാറ്റി ദൈവാവസ്ഥ ദൈവീകരിച്ച് വിശുദ്ധീകരിച്ച് ശക്തീകരിച്ച് മഹത്വീകരിച്ച് ദൈവമക്കളാക്കുന്നു. അതാണ് കൃപ. അപ്പം എന്താണ് കൃപ? കൃപ എന്നാൽ ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതിനെ കൃപ എന്ന് പറയുന്നു. നമ്മൾ ഒരുപാട് പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്, കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണേ.
കൃപ എന്നാൽ ദൈവീകത മാനുഷികതയിൽ ലയിക്കുന്നതിന് കൃപയെന്ന് പറയുന്നു. അങ്ങനെ ദൈവികത നമ്മളിൽ ലയിച്ചു കഴിയുമ്പോൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സഹവാസത്തിലേക്ക് നമ്മൾ നീങ്ങിക്കഴിയുന്ന അവസ്ഥയാണ് നിത്യജീവൻ. അതിവിടെ വെച്ച് തന്നെ ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ 3-ാമത്തെ വചനത്തിൽ ഈശോ പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. എന്താണ് നിത്യജീവൻ? ഏകസത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശുക്രിസ്തുവിനെയും അറിയുക. സ്നേഹമുള്ളവരെ, ഈ 3 കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഈ അല്പനിമിഷം കൊണ്ട് ആഴമായി പതിക്കട്ടെ. എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്? നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഇതിന് ഉത്തരമുണ്ടാകണം. നമ്മൾക്കും ഇതിന് ഉത്തരമുണ്ടാകണം. ദൈവം എന്നെ സൃഷ്ടിച്ചത് ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആകാനോ, വലിയ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആകാനോ, കുറേ പൈസ സമ്പാദിക്കാനോ, അങ്ങനെ ഈ ലോകത്തിൽ എന്തോ എല്ലാം സാമ്രാജ്യം പടുത്തുയർത്താനോ ഒന്നും അല്ല. ഞാൻ നല്ലൊരു എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന് വളരെ പ്രഗത്ഭനായ ഒരു എഞ്ചിനീയറായി നല്ല ശമ്പളം മേടിച്ചു കൊണ്ടിരുന്ന സമയത്താണ് ഈശോ എന്നോട് പറയണത്, ആരെനിക്കായി പോകും? വിളവോ വളരെ, വേലക്കാർ ചുരുക്കം. വീണ്ടും എന്നോടത് പറഞ്ഞു. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. 3-ാം പ്രാവശ്യവും ഞാൻ കേൾക്കുകയാണ്, ആരെനിക്കായി പോകും? വിളവോ വളരെ, വേലക്കാർ ചുരുക്കം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പോകാം, ലോകത്തിൻ പ്രകാശമായി ഭൂമിതൻ ഉപ്പായി ഞാൻ പോകാം. സ്നേഹമുള്ളവരെ, 1/4 നൂറ്റാണ്ട് കാലമായി ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. 25 വർഷമായി ദിനരാത്രം മറ്റൊരു ജോലിയും ചെയ്യാതെ, മറ്റൊരു ശമ്പളവുമില്ലാതെ കർത്താവിന് വേണ്ടി ജീവിക്കുന്നവനായിട്ട്, കർത്താവ് ജീവിപ്പിക്കുന്നവനായിട്ടും എന്നെ കൊണ്ട് നടക്കുന്നു. ഇപ്പോഴെനിക്ക് ഒന്നുകൂടി ഉറപ്പിച്ച് പറയാൻ പറ്റും, ദൈവം എന്തിനെന്നെ സൃഷ്ടിച്ചു? ദൈവം എന്നെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഒരു ശാഖയാകാൻ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ജീവജലത്തിൻ്റെ അരുവിയാകാൻ സൃഷ്ടിച്ചു. ലോകം മുഴുവനിലേക്കും വചനം പ്രസരിപ്പിക്കുവാൻ സൃഷ്ടിച്ചു. നമ്മൾ ഓരോരുത്തർക്കും മാമോദീസായിലൂടെ ഒരു ദൗത്യം നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയാൻ മാത്രമല്ല, ആ കൃപ ലോകം മുഴുവനും പ്രസരിപ്പിക്കാനും കൂടി വേണ്ടിയാണ്. നിത്യജീവനെ കുറിച്ചുള്ള അറിവ്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കണ്ണിലൂടെ നമ്മൾ കാണണം. മറ്റുള്ളവർ പറയും, നീ ഒരു കുരങ്ങനാണെന്നോ, നീ ഒരു മണ്ടനാണെന്നോ, എടാ കഴുതേ എന്നെല്ലാം പറയും. അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. അവരതെല്ലാം പറയുമ്പോഴും നമ്മുടെ ഉള്ളിൽ പറയണം, എൻ്റെ ദൈവത്തിൻ്റെ മകനാണ് ഞാൻ ഒരു ദൈവത്തിൻ്റെ ഓമനക്കുട്ടനാണ് ഞാൻ എന്നെ ദൈവം സൃഷ്ടിച്ചത് ദൈവത്തെ പോലെയാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ 1:26 പറയുന്നത്, അനന്തരം ദൈവം അരുളി ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിക്കാം. സ്നേഹമുള്ളവരെ, വരുവിൻ, നമ്മുടെ ജീവിതത്തിൻ്റെ ഈ മഹത്വം, ഈ അന്തസ്സ് മനസ്സിലാക്കുവിൻ. നീ ആരാണ്? വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ എപ്പോഴും പറയാറുള്ളതാണ്, നീ ആരാണെന്നും നിന്നിൽ ആരാണെന്നും നീ അറിഞ്ഞാൽ നീ ഈ ലോകത്തെ തകിടം മറിക്കും. നീ ആരാണെന്നും നിന്നിൽ ആരാണെന്നും അറിഞ്ഞാൽ നീ ഈ ലോകത്തെ തകിടം മറിക്കും. നീ ആരാണ്? നീ ദൈവമകനാണ്. നിന്നിൽ ആരാണ്? ത്രിത്വൈക ദൈവം വസിക്കുന്നു. കൃപാവരത്തിലൂടെ നമ്മുടെ മാനുഷികതയെല്ലാം ദൈവീകരിക്കുന്നു. വരുവിൻ, എന്താണ് നമ്മുടെ മാനുഷികത? നമ്മിലുള്ള ജഡികാസക്തികളാകാം, നമ്മിലുള്ള തെറ്റായ ചിന്തകളാകാം, നമ്മിലുള്ള പാപവാസനകളാകാം. ഇതെല്ലാം ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവത്തെ മാറ്റിമറിച്ച് നമ്മളിലുള്ള കോപം, മാത്സര്യം, ശത്രുത, കലഹം ഇവയെല്ലാം ശുദ്ധീകരിക്കുന്ന ദൈവം. വരുവിൻ, നമുക്ക് ആ ദൈവത്തിൽ ആശ്രയിക്കുകയും
ആ ദൈവം നമ്മളിൽ തന്നെ വസിച്ചുകൊണ്ട് നമ്മളെ ശുദ്ധീകരിക്കുന്നു. ഉടനെ തന്നെ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതം നടത്തുമെന്ന ഈ രഹസ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാം. ഈശോ ശിഷ്യന്മാരുടെ പാദം കഴുകി അവരെ വിശുദ്ധീകരിച്ചതുപോലെ നമ്മുടെ ഹൃദയ വിശുദ്ധീകരണത്തിനായി നമുക്ക് തുടർന്നുള്ള ഈ ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന പനിനീർപ്പൂവാകുമ്പോൾ പ്രതീക്ഷ പകരും സൗരഭ്യം പ്രകാശമരുളും ദൈവം നമ്മോട് കൂടെ പ്രശാന്തി നിറയും ഹൃദയത്തിൽ ദൈവം നമ്മോട് കൂടെ. നമ്മോടൊപ്പം ദൈവം ജീവിത നിർവൃത്തി നൽകും നിമിഷങ്ങൾ. നന്മയിലേക്കു കുതിക്കും നമ്മൾ, തിന്മ മരിക്കും കൺമുൻപിൽ. ദൈവം നമ്മോട് കൂടെ. കാലം മാറും, ലോകം മാറും, കാരുണ്യം കൃപ പകരുമ്പോൾ മാധ്യസ്ഥ്യത്തിൻ സമയം ദൈവം മാനസതാരിൽ വാണിടും. ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. എൻ ജീവനെ കാണും നീ വലിയതാണെനിക്ക്. ആരാധന 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 ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി യേശുവേ ഞങ്ങളൊക്കെ ആരാധിക്കുന്നു. യേശുവേ രാജാധിരാജനെ സർവാധിപനായ യേശുവേ ഞങ്ങളൊക്കെ ആരാധിക്കുന്നു. ഞങ്ങളൊക്കെ ആരാധിക്കുന്നു. ഞങ്ങളൊക്കെ ആരാധിക്കുന്നു. ഈശോയെ ത്രിത്വൈക ദൈവം ഞങ്ങളിൽ വസിക്കുകയും ഞങ്ങളെ സൃഷ്ടിച്ചത് തന്നെ ദൈവത്തിന് വേണ്ടിയാണ് അങ്ങ് സൃഷ്ടിച്ചത്. നിത്യജീവനാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. കൃപയാണ് ഞങ്ങളുടെ ജീവിതത്തെ മാനുഷികതയിൽ നിന്നും ദൈവികതയിലേക്ക് ഉയർത്തിയത്. ദൈവമേ, ഈ 3 കാര്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദൈവം ഞങ്ങളെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതിനെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി. ഈശോയേ യേശുവിന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം ഞങ്ങളെ. ഈശോയുടെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞങ്ങൾ ദൈവമക്കളാണ്. ദൈവം നമ്മളെ എന്തിനു സൃഷ്ടിച്ചു?
ദൈവം നമ്മളെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് കേട്ടു. ദൈവം നമ്മളെ ദൈവത്തിന് വേണ്ടി സൃഷ്ടിച്ചു. ദൈവം നമുക്ക് നിത്യജീവൻ നൽകി. തൻ്റെ ദൈവീക സ്വഭാവത്തിൽ ഞങ്ങളെ പങ്കാളിയാക്കാൻ അവൻ നമ്മുടെ മനുഷ്യ സ്വഭാവം സ്വീകരിച്ചു. അതാണ് കൃപ. ദൈവീകത മാനുഷികതയിലേക്ക് ഒഴുകുന്നതാണ് കൃപ. നമുക്ക് ഈ 3 കാര്യങ്ങളോർത്ത് നന്ദി പറയുന്നതോടൊപ്പം ഈ കൃപയുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ നമ്മളെ രൂപാന്തരീകരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. വെള്ളം വീഞ്ഞാക്കിയ പോലെ നമ്മളുടെ സത്ത രൂപാന്തരീകരിക്കുന്നതാണ് വിശുദ്ധ കുർബാനയുടെ പ്രധാന രഹസ്യം. മറ്റെല്ലാ കുദാശകളിലും കൃപ നമുക്ക് ലഭിക്കുന്നു. എന്നാൽ വിശുദ്ധ കുർബാനയിൽ കൃപയുടെ ദാതാവിനെ തന്നെ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളുടെ ഭൂലോക പാപങ്ങൾ മുഴുവനും ഏറ്റെടുത്ത കർത്താവ് ഈശോ മിശിഹ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. വരുവിൻ, നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ സൗഖ്യ പ്രാർത്ഥനയിലൂടെ, ഈ ആരാധനയിലൂടെ ഈശോ നമ്മുടെ ജീവിതത്തെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റട്ടെ. ഈശോയുടെ കൃപാവരം നമ്മളിലേക്ക് ഒഴുകട്ടെ. കൃപയ്ക്ക് മേൽ കൃപ ഒഴുകട്ടെ. കൃപയ്ക്ക് മേൽ കൃപ ഒഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയ്ക്ക് മേൽ കൃപ ഒഴുകിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ. അതോടൊപ്പം ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും, ഞങ്ങളുടെ കഷ്ടതകളും ദുരിതങ്ങളും എല്ലാം മാറ്റി ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബന്ധിതർക്ക് മോചനം നൽകുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഈശോ ചെയ്തു സമാധാനം നൽകുന്നതിനാണ്. ഈശോയെ, കർത്താവേ, അങ്ങാണ് ഞങ്ങളുടെ സമാധാനം. ഓ സമാധാന രാജാവേ, ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും എല്ലാം അങ്ങയുടെ കൃപാവരത്തിന്റെ ശക്തിയിലൂടെ രൂപാന്തരപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളെ പുതിയ സൃഷ്ടിയാക്കണമേ. ഞങ്ങളിലുള്ള കോപ സ്വഭാവത്തെയും ഞങ്ങളിലുള്ള വാശി വൈരാഗ്യങ്ങളെല്ലാം അകറ്റണമേ. ഞങ്ങൾക്ക് ക്ഷമിക്കാൻ ശക്തി നൽകണമേ. ഞങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ ശക്തി നൽകണമേ. എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ തരത്തിലുള്ള രോഗങ്ങളും, കിഡ്നി രോഗികൾ, ക്യാൻസർ രോഗികൾ, ഹൃദയരോഗികൾ, എല്ലാ രോഗികളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്തുതിക്കാം. 2 കരങ്ങളും ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗികളെയും സൗഖ്യമാക്കുന്ന അങ്ങയുടെ ശക്തി ഒഴുകട്ടെ. ഇപ്പോൾ അവിടുത്തെ കൃപാവരം എല്ലാ രോഗികളെയും സ്പർശിക്കുന്നു. ഈശോ എല്ലാ രോഗികളെയും സ്പർശിക്കുന്നു. ഈശോയുടെ ശക്തി ഇപ്പോൾ എല്ലാ രോഗികളിലേക്ക് ഒഴുകട്ടെ. എല്ലാ പ്രശ്നങ്ങളും മാറട്ടെ. രക്തധമനികൾ സൗഖ്യമാകട്ടെ. മാംസകോശങ്ങൾ സൗഖ്യമാകട്ടെ. ഹൃദയ രോഗികൾ സൗഖ്യമാകട്ടെ. അർബുദ രോഗികൾ സൗഖ്യമാകട്ടെ. ക്യാൻസർ രോഗികൾ സൗഖ്യമാകട്ടെ. ആസ്മ രോഗികൾ സൗഖ്യമാകട്ടെ. ഗർഭപാത്ര സംബന്ധമായ രോഗികൾ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകട്ടെ. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. ഞങ്ങളൊക്കെ ആരാധിക്കുന്നു, ഞങ്ങളൊക്കെ ആരാധിക്കുന്നു ഈശോയെ, രാജാതിരാജനെ. സ്നേഹമുള്ളവരെയും, ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നത് വലിയൊരു രഹസ്യമാണ്. ഈശോയാണ് ഏക മധ്യസ്ഥൻ. ഗെത്സമനിയിൽ ഈശോ കരഞ്ഞ് പ്രാർത്ഥിച്ചു. കുരിശിൽ കിടന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഓരോ ദിവസവും രാത്രിയുടെ യാമങ്ങളിൽ ഈശോ സങ്കീർത്തനങ്ങൾ പാടി പ്രാർത്ഥിച്ചു. പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈശോ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥനകളെല്ലാം ഒന്നും ഈശോയ്ക്ക് വേണ്ടി ആയിരുന്നില്ല സ്നേഹമുള്ളവരെ, നമുക്ക് വേണ്ടിയായിരുന്നു.
ആ ഈശോ മരിച്ചുയർത്ത് സ്വർഗാരോഹണം ചെയ്ത ഈശോ ഇപ്പോൾ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഈശോയുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തിയാണ് നമ്മൾ ഓരോരുത്തരുമാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖകളായ നമ്മിലേക്ക് പ്രസരിച്ചുകൊണ്ട് നമ്മളും ഈശോയോടൊപ്പം മധ്യസ്ഥം വഹിക്കുകയാണ്. സ്നേഹമുള്ളവരെ, വരുവിൻ, മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇന്ന് ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ളത്. അതിൽ നമുക്ക് ഇന്ന് ശാലോം ടെലിവിഷനിലൂടെ കോടാനുകോടി മനുഷ്യ ഹൃദയങ്ങളെ ഒന്നിച്ച് കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയ്ക്ക് എന്തോ ഒരു സന്തോഷമായിരിക്കും. ഈശോ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനം പറഞ്ഞ ഇതാണ്: രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും, അതിനുശേഷം അന്ത്യമാഗതമാകും. എന്താണ് ഈ സുവിശേഷം? ഇതാണ് സുവിശേഷം. ഞാൻ ലോകത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിൻ്റെ ചെമ്പരിയാട്ടിൻ കുട്ടിയായ ഈശോ തമ്പുരാനെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ. നമുക്കറിയാം, 3 കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിച്ചു. ദൈവം എന്തിന് നമ്മളെ സൃഷ്ടിച്ചു? ദൈവം എന്തിന് നമുക്ക് നിത്യജീവൻ നൽകി? നിത്യജീവൻ എന്നാൽ എന്താകുന്നു? ദൈവത്തിൻ്റെ കൃപ എന്നാൽ എന്താകുന്നു? നമുക്ക് കരങ്ങൾ ഉയർത്തി മധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഈശോയോടൊപ്പം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നിത്യജീവനെ കുറിച്ചുള്ള അറിവ് ലോകം മുഴുവൻ പ്രസരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ജാതി മതസ്ഥരിലേക്കും പ്രസരിക്കട്ടെ. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്, ഭൂമിയുടെ ഉപ്പാണ്. ഈശോയെ, അങ്ങയെ അറിയാത്തവർ നിത്യജീവൻ എന്നാൽ എന്താകുന്നു? ഏക സത്യദൈവമായ അങ്ങയെ അറിയുകയും അങ്ങയച്ച യേശുക്രിസ്തുവിനെ അറിയുകയും എന്നതാണ് നിത്യജീവൻ. കരങ്ങൾ ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനെയും മനസ്സിൽ കണ്ടുകൊണ്ട്, എല്ലാ ആത്മാക്കളെയും മനസ്സിൽ കണ്ടുകൊണ്ട് വരുവിൻ, നമുക്ക് ഈ രടികൾ പാടിക്കൊണ്ട് ഈ ജീവജലത്തിന്റെ അരുവി, ഈ നിത്യജീവനെ കുറിച്ചുള്ള അറിവ് ലോകം മുഴുവനും പ്രസരിക്കട്ടെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നി ജ്വാലയായി എന്നിൽ കത്തി പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി ലോകം മുഴുവൻ പടരണമേ. സ്നേഹാഗ്നി ജ്വാലയായി ലോകം മുഴുവൻ പടരണമേ. ലോകം മുഴുവൻ പടരട്ടെ. സ്നേഹാഗ്നി ജ്വാലയായി ലോകം മുഴുവൻ പടരണമേ. കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ കത്തിപ്പടരണമേ, എന്നിൽ കത്തിപ്പടരണമേ. എന്നിൽ സ്നേഹമുള്ളവരെ, വിശ്വസിക്കുക. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? നമുക്ക് വിശ്വസിക്കാം. ഈശോ പറഞ്ഞു, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടും. ലോക സുവിശേഷവൽക്കരണത്തിനായിട്ടും അനേകർക്ക് ദൈവത്തിലെ വിശ്വാസം വർദ്ധിക്കുന്നതിനായിട്ടും നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകം മുഴുവൻ പടരട്ടെ. എല്ലാ ജാതി മതസ്ഥരിലും പടരട്ടെ. വിശ്വസിക്കുക, വിശ്വസിക്കുക.
ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ശിമയോൻ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഓ എനിക്ക് ഇനി പോകാം, എൻ്റെ കണ്ണുകൾ രക്ഷ കണ്ടെത്തിയിരിക്കുന്നു, എൻ്റെ കണ്ണുകൾ കണ്ടെത്തിയിരിക്കുന്നു. ലോകം മുഴുവന് വേണ്ടിയുള്ള രക്ഷ എൻ്റെ കണ്ണ് കണ്ടെത്തിയിരിക്കുന്നു. The salvation he created for all nations. ദൈവമേ, ലോക സുവിശേഷവൽക്കരണത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയാണ് ഏകരക്ഷകനെന്നും ലോകരക്ഷകനെന്നും ഞങ്ങൾ വിശ്വസിക്കുകയും ഈ വിശ്വാസം ഈ പ്രാർത്ഥനയിലൂടെ ഇതറിയാത്തവരിലേക്ക് പ്രസരിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, വിശ്വസിക്കുന്നു. വരുവിൻ, നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗ്ഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ